എന്താണ് ഈ ജെറ്റ് വിമാനങ്ങൾ? ഇത് റോക്കറ്റ് അല്ല, ജെറ്റ് വിമാനമാണെന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്. പക്ഷെ ജെറ്റ് വിമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റുകളും ഇതുപോലുള്ള ചെറിയ പ്രൈവറ്റ് ജെറ്റുകളുമാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എയർ ഇന്ത്യ, എയർ ഇൻഡിഗോ, ഖത്തർ എയർവേസ് തുടങ്ങിയിട്ടുള്ള സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റുകൾ തന്നെയാണ് ഈ ഒരു പുക പുറത്തുവിടുന്നത്. കോൺട്രെയിൽസ് എന്നാണ് അതിൻ്റെ പേര്. കണ്ടൻസ്ഡ് ട്രയൽ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് കേട്ടോ കോൺട്രെയിൽസ്. കാരണം എന്താ വെച്ചാൽ വിമാനം 30,000 മുതൽ 40,000 അടി വരെ ഉയരത്തിലൂടെ പോകുമ്പോൾ -70, -80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ തണുത്തിരിക്കുന്ന അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക. അത്രയും തണുപ്പിലേക്ക് വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള ചൂടുള്ള വായു പുറത്തു വരുന്ന സമയത്ത് അവിടെയുള്ള നീരാവി ഘനീഭവിക്കാൻ കാരണം, കണ്ടൻസ് ചെയ്യാൻ കാരണം. അതുകൊണ്ടാണ് കണ്ടൻസ്ഡ് ട്രയൽസ് അല്ലെങ്കിൽ കോൺട്രെയിൽസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള നീരാവി മേഘമായി മാറുന്നു. വിമാനങ്ങൾ പുറത്തു വിടുന്നതല്ല, പകരം അവിടെയുള്ള നീരാവി തന്നെ ഘനീഭവിച്ച് കണ്ടൻസ് ചെയ്ത് കോൺട്രെയിൽസ് ആയി മാറുകയാണ് ചെയ്യാം. ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇപ്പോഴിത് റോക്കറ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ചങ്കള മനസ്സിന് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ശരി.